വരികൾ അത്ര ശുദ്ധമല്ല. ഞാൻ ഈ കഞ്ചാവ് കേസിന് ശേഷമാണ് ഇങ്ങനെ ഒരു കലാരൂപത്തെ പറ്റി അറിയുന്നത്. സംഗീതം കല ആസ്വാദനത്തിലുള്ളതാണ്. അതെ അതെ, വേടന്റെ കലാരൂപം കൊള്ളാം, പക്ഷെ അതിലെ വരികളൊക്കെ തകരാറുള്ളതാണ്. എന്താണ് ആ തകരാറ്? ഫലസ്തീനെ കുറിച്ച് പരാമർശിക്കുന്നു, അന്തർദേശീയ വിഷയങ്ങളെക്കുറിച്ച് നമ്മുടെ നാട്ടിൽ പരാമർശിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വേടന്റെ കലാരൂപം കൊള്ളാം, പക്ഷെ അതിലെ വരികൾ തകരാറുള്ളതാണ്. മാത്രമല്ല, റാപ്പ് സംഗീതം അടക്കമുള്ള കലാരൂപങ്ങളെക്കുറിച്ച് സമീപകാലത്താണ് ശശികല ടീച്ചർ അറിഞ്ഞത് എന്ന് അവർ സുവ്യക്തം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ശശികല ടീച്ചർക്ക് അടക്കമുള്ള ആളുകൾക്ക് ചിരപരിചിതമായ ചില കലാരൂപങ്ങളുണ്ട്. അതിലൊന്നും ഞാനിവിടെ കാണിക്കാൻ പോവാണ്. ടീച്ചറെ, എല്ലാ ബഹുമാനം നിലനിർത്തിക്കൊണ്ട് പറയുകയാണ്, ഞാൻ ഈ കാണിക്കാൻ പോകുന്ന വീഡിയോയിലാണോ തകരാറ്, അതിൻ്റെ വരികളാണോ പ്രോബ്ലം ഉള്ളത്? നമ്മൾ സാംസ്കാരിക പൈതൃകങ്ങളൊക്കെ അങ്ങേറ്റം ബഹുമാനിക്കുന്നവരാണല്ലോ. ശശികല ടീച്ചർ പറഞ്ഞുകൊണ്ട് എനിക്ക് യോജിപ്പാണ്. വേടന്റെ കലാരൂപം നല്ല കലാരൂപം തന്നെയാണ്, പക്ഷേ വരികളിൽ എന്തൊക്കെയോ തകരാറുണ്ട്. ടീച്ചർ തന്നെ പറയും എന്താണ് എൻ്റെ തകരാറെന്ന്. നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇവിടുത്തെ പാവപ്പെട്ട പട്ടികജാതിക്കാരന്റെ വിഷയം പാലസ്തീന്റെ മോചനമല്ല. ആ പാലസ്തീന്റെ പതാക ഉയർത്തിക്കൊണ്ട് പാലസ്തീന് വേണ്ടി സംസാരിച്ചു. അദ്ദേഹത്തിന്റെ കലയൊക്കെ വളരെ നല്ലതാണ്, പക്ഷേ വരികൾ എന്തോ അത്ര എനിക്ക് തോന്നുന്നില്ല അത് രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും ഭൂഷണമാണ്. അതെ അതെ, വേടന്റെ കലാരൂപം കൊള്ളാം, പക്ഷെ അതിലെ വരികളൊക്കെ തകരാറുള്ളതാണ്. എന്താണ് ആ തകരാറ്? ഫലസ്തീനെ കുറിച്ച് പരാമർശിക്കുന്നു, അന്തർദേശീയ വിഷയങ്ങളെക്കുറിച്ച് നമ്മുടെ നാട്ടിൽ പരാമർശിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വേടന്റെ കലാരൂപം കൊള്ളാം, പക്ഷെ അതിലെ വരികൾ തകരാറുള്ളതാണ്. മാത്രമല്ല, റാപ്പ് സംഗീതം അടക്കമുള്ള കലാരൂപങ്ങളെക്കുറിച്ച് സമീപകാലത്താണ് ശശികല ടീച്ചർ അറിഞ്ഞത് എന്ന് അവർ സുവ്യക്തം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ശശികല ടീച്ചർക്ക് അടക്കമുള്ള ആളുകൾക്ക് ചിരപരിചിതമായ ചില കലാരൂപങ്ങളുണ്ട്. അതിലൊന്നും ഞാനിവിടെ കാണിക്കാൻ പോവാണ്. ടീച്ചറെ, എല്ലാ ബഹുമാനം നിലനിർത്തിക്കൊണ്ട് പറയുകയാണ്, ഞാൻ ഈ കാണിക്കാൻ പോകുന്ന വീഡിയോയിലാണോ തകരാറ്, അതിൻ്റെ വരികളാണോ പ്രോബ്ലം ഉള്ളത്? നമ്മൾ സാംസ്കാരിക പൈതൃകങ്ങളൊക്കെ അങ്ങേറ്റം ബഹുമാനിക്കുന്നവരാണല്ലോ. ടീച്ചറെ സംബന്ധിച്ചുള്ള മഹിതമായി കാണുന്ന ഈ വരികൾക്കാണോ പ്രശ്നം, അതല്ല വേടന്റെ സമകാലിക രാഷ്ട്രീയം പറയുന്ന ആ പാട്ടിന്റെ വരികൾക്കാണോ പ്രശ്നമെന്ന് അടുത്ത വീഡിയോയിലോ അടുത്ത കുറിപ്പിലോ ഒന്ന് പറയണം. ഒന്ന് കേട്ടു നോക്ക്. ശശികല ടീച്ചർ ഇതിന്റെ വരികൾ ശ്രദ്ധിച്ചാണോ അല്ലേ? 10ൽ പഠിക്കുന്ന പെണ്ണിനെ കാണുമ്പം ബാക്കി നമുക്ക് പാടാൻ കഴിയില്ല എന്ന് മാത്രമല്ല, പൊതുസമൂഹത്തിന് കേൾപ്പിക്കാൻ കഴിയില്ല. അത്രമേൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇത്തിരി ഇല്ലാത്ത കുഞ്ഞു ബാല്യങ്ങളെക്കുറിച്ചാണ് പച്ച അസഭ്യവും അശ്ലീലവും ഈ പാടിവിടുന്നത്. ഇതൊക്കെയാണ് മഹിതമായ കലാരൂപവും സംസ്കാരവും. ശശികല ടീച്ചറെ, നിങ്ങളുടെ രാഷ്ട്രീയത്തോട് എനിക്ക് വിയോജിപ്പുണ്ട്. പക്ഷെ നിങ്ങളൊരു പൊതുപ്രവർത്തകയും അധ്യാപകയും എന്നുള്ള നിലയ്ക്ക് എനിക്ക് നിങ്ങളോട് ബഹുമാനമുണ്ട്. ആ ബഹുമാനം നിലനിർത്തിക്കൊണ്ട് ചോദിക്കുകയാണ്, വേടന്റെ പാട്ടുണ്ടല്ലോ, നിങ്ങൾ പറഞ്ഞ വരികൾ ശരിയല്ല എന്ന് പറഞ്ഞ വേടന്റെ പാട്ട് ലോകത്തുള്ള ഏത് ജനവിഭാഗത്തിൻ്റെ ജനമധ്യയെ നമുക്ക് കേൾപ്പിക്കാൻ കഴിയും. സമകാലിക രാഷ്ട്രീയവും മർദ്ദിത ജനതയ്ക്ക് വേണ്ടിയുള്ള വരികളാണ് അദ്ദേഹത്തിൻ്റെ. ആ പാട്ട് കേട്ട് ഒരാളും കാതുപൊത്തൂല. അദ്ദേഹത്തിൻ്റെ പാട്ടിലെ രാഷ്ട്രീയത്തെ വിവിധ ആംഗിളിലൂടെ നമുക്ക് വീക്ഷിക്കുകയും വിയോജിപ്പ് രേഖപ്പെടുത്താം. പക്ഷെ അതിലെവിടെയും ഇത്തരം പരാമർശങ്ങളില്ല. പക്ഷെ ടീച്ചർ മനസ്സിലാക്കേണ്ട കാര്യം, ടീച്ചർ തന്നെ പറയാറുണ്ട് നമ്മുടെ കലയും സംസ്കാരങ്ങളൊക്കെ വളരെ മഹിതമാണ് എന്ന്. ആ മഹിതമായ സംസ്കാരങ്ങൾക്കും കലകൾക്കും നേരെ ഘടകവിരുദ്ധമായതുകൊണ്ട് തന്നെയാണ് വേടന്റെ കലാരൂപത്തെ നമ്മൾ എതിർക്കുന്നതെന്നാണ് ടീച്ചർ പറഞ്ഞത്. മാത്രമല്ല, സമീപകാലത്താണ് വേടന്റെ കലാരൂപം, ഇത്തരമൊരു റാപ്പ് സംഗീതം പോലെയുള്ള കലാരൂപത്തെക്കുറിച്ച് എനിക്ക് പരിചയമുണ്ടായതെന്ന്. പക്ഷെ ടീച്ചർക്ക് അങ്ങേയറ്റം പരിചയമുള്ള ഒരു കലാരൂപമാണല്ലോ ഇപ്പം നമ്മളിവിടെ അവതരിപ്പിച്ചത്. ടീച്ചറെ, ഞാൻ ചോദിക്കുകയാണ് വളരെ ബഹുമാനത്തോടുകൂടി, എവിടെയാണ് പൊതുസമൂഹത്തെ കേൾപ്പിക്കാൻ പറ്റുന്ന വരികളുള്ളത്, പൊതുസമൂഹത്തെ കേൾപ്പിക്കാൻ പറ്റാത്ത വരികളുള്ളത്? എവിടെയാണ് സാംസ്കാരികമായ മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ടുള്ള കലാരൂപമുള്ളത്, ഇല്ലാത്തത് എന്ന്? ഇതിലെവിടെയാണ് പ്രശ്നമുള്ളത്? ടീച്ചർ അടുത്ത വീഡിയോയിലെ കുറിപ്പിൽ ഒന്ന് പറഞ്ഞു തരണം. വായിക്കാനും അറിയാനുമുള്ള ആ ഒരു ത്വര കൊണ്ട് ചോദിക്കാം.